യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 നമുക്ക് പരിചയമുള്ള ഒരു അധ്യായമാണ്. ആ യോഹന്നാൻ 13 അധ്യായത്തിലാണ് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത്. അപ്പൊ അവിടെ ഈ 13 അധ്യായത്തിന്റെ 23 വാക്യം നോക്കുക. യോഹന്നാൻ 13:23 ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറെടുത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറെടുത്ത് ചാരിക്കൊണ്ടിരുന്നു. നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. ഇവിടെ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ എന്ന് പറയുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരെ എല്ലാം യേശു സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിൻ്റെ മാറോട് നെഞ്ചോട് ചേർന്നിരുന്നു, മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യേശു ശിഷ്യന്മാരെ എല്ലാം സ്നേഹിച്ചു. എന്നാൽ ഒരു ശിഷ്യന് യേശുവിനോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് യേശുവിൻ്റെ ശബ്ദം കേൾപ്പാൻ, യേശുവിൻ്റെ ഹൃദയ വെടിപ്പ് മനസ്സിലാക്കുവാൻ, യേശുവിൻ്റെ ഹൃദയം അറിയുവാൻ ആ ശിഷ്യൻ കൂടുതൽ യേശുവിനോട് അടുത്തിരുന്നു. അപ്പൊ ഞാൻ യേശു എല്ലാ ശിഷ്യന്മാരെയും സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെ പറയുന്നതല്ല, അത് ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 13 വാക്യത്തിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വരുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം യേശു അവരെ സ്നേഹിച്ചു. അവസാനത്തോളം ഈ ശിഷ്യന്മാരെ സ്നേഹിച്ചു. അപ്പൊ ശിഷ്യന്മാരെ എല്ലാം യേശു അവസാനത്തോളം സ്നേഹിച്ചു. എന്നാൽ ഇതാ എല്ലാവരെയും അവസാനത്തോളം സ്നേഹിച്ചെങ്കിലും ഒരാള് യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു, യേശുവിനോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. ഞാൻ ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മോട് കരുണ കാണിക്കുന്നു, യേശു നമ്മോട് ദയവ് കാണിക്കുന്നു. യേശു നമ്മെ എത്രയധികം സ്നേഹിച്ചു. നമ്മൾ പല പാട്ടുകൾ പാടി ദൈവസ്നേഹത്തെ നാം വർണ്ണിക്കും. എന്നാൽ നമുക്ക് തിരിച്ച് ഈ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം, യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ അടുപ്പം അത് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തെയും ഒന്ന് ശോധന ചെയ്യാനായിട്ട് എനിക്കും ഒരു അവസരം കിട്ടി. ഞാനും എന്നെ തന്നെ നോക്കുകയായിരുന്നു. കർത്താവിനോടുള്ള അടുപ്പം നമ്മള് സങ്കീർത്തനം 91 സങ്കീർത്തനം, ആ സങ്കീർത്തനവും നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. ചിലരൊക്കെ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു പേടി വരുമ്പോൾ ഈ സങ്കീർത്തനം എടുത്ത് വായിക്കും. കാര്യം അതിലെ വരികളൊക്കെ ആ രീതിയിൽ നമുക്ക് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാനും ദൈവത്തിൽ നമുക്ക് പേടി വേണ്ട എന്ന് പറയുന്ന വരികളാണ്. പല പല വാക്യങ്ങളും. അതുകൊണ്ട് ആ രീതിയിൽ അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ചിലരൊക്കെ കോവിഡിന്റെ സമയത്ത് ഈ വരികളൊക്കെ, നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലത്ത് വശത്ത് വീഴും, പിന്നെ 10,000 പേരും വീഴും, എന്നാലും അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നാലും നിന്നോട് അടുക്കയില്ല എന്നൊക്കെയുള്ള, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുമായിരുന്നു. എന്നാൽ നമുക്ക് അതിനേക്കാട്ടിലുപരി നമുക്ക് ഈ രീതിയിലുള്ള രോഗങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളല്ല. എന്നാൽ ഇവിടെ പറയുന്നു ഈ രീതിയിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ, ഒത്തിരി പ്രോമിസസ്, ഒത്തിരി ഭയങ്ങൾ മാറുന്നതിനെ കുറിച്ചുള്ള ഒത്തിരി വാക്യങ്ങൾ ആ 91 സങ്കീർത്തനത്തിലുണ്ട്. എന്നാൽ ഈ 91 സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാക്യം ഉണ്ട്, 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. കർത്താവിനോട് യോഹന്നാൻ കർത്താവിനോട് പറ്റിയിരുന്നു, ചേർന്നിരുന്നു. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മുടെ ഭൗതികപരമായ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാര് അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കഷ്ടങ്ങളിൽ ദൈവം എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നമുക്ക്
വിടുതൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമുക്ക് എല്ലാ കഷ്ടതയുടെ മധ്യത്തിലും പ്രയാസത്തിന്റെ മധ്യത്തിലും ദൈവം നമുക്ക് തന്റെ കൃപ നമുക്ക് നൽകി ആ സാഹചര്യത്തിലൂടെ നമ്മെ കടത്തിവിടും എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ നമുക്കുള്ള വാഗ്ദത്വം. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, നമുക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം, അപ്പൊ അത് നമുക്ക് ആവശ്യമാണ് എന്ന് പുതിയ നിയമം നമ്മോട് പറയുന്നു. അപ്പൊ അവിടെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, ഈ ഒരു പരീക്ഷയിൽ നിന്ന് അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഈ ഒരു സാഹചര്യത്തിന്റെ മേൽ, ഈ ഒരു പരാജയം ഉണ്ടാവാവുന്ന ഈ സാഹചര്യത്തിന്റെ മേൽ, ഈ ഒരു തോൽവിയുടെ ഈ ഒരു സാഹചര്യത്തിന്റെ മേൽ, ഈ ഒരു പാപത്തിന്റെ പ്രലോഭനത്തിന്റെ മേൽ ഞാൻ അവനെ ഉയർത്തും. അവന്റെ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ, അവന്റെ പരീക്ഷയുടെ മധ്യത്തിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമുക്ക് ഇതിനെ ആ ഒരു പ്രോമിസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നാം പറ്റിയിരിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മെ വിടുവിക്കും. ഈ സങ്കീർത്തനം തുടങ്ങുമ്പോഴും ആ രീതിയിലുള്ള ദൈവത്തിലുള്ള ഒരു ആശ്രയത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 91-ാം സങ്കീർത്തനം തുടങ്ങുന്നതും അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കർത്താവിന്റെ മറവിൽ, കർത്താവെ നീയില്ലാതെ, നമ്മളൊരു പാട്ടുപാടി, കർത്താവെ നീയില്ലാതെ ഞാൻ പൂജ്യമാണ്, നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു പരാജയമാണ്. നമുക്ക് നിത്യതയിൽ ഒരു മൂല്യവുമില്ലാത്ത കാര്യങ്ങളാണ് നാം ചെയ്യുന്നതൊക്കെ. എന്നാൽ ഇതാ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ യഹോവയെക്കുറിച്ച് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവനാണ് നമ്മെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന്, നാശകരമായ ഈ കുഴികളിൽ നിന്ന് നമ്മെ കാക്കുന്നത് ഈ ഒരു കർത്താവാണ്. ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കണം, ആ കർത്താവിൽ ഞാൻ ചാരണം, ആ കർത്താവിന്റെ മറവിൽ ഞാൻ വസിക്കണം, ആ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കണം, അവിടത്തേക്ക് എന്റെ സങ്കേതമാക്കണം, എന്റെ കോട്ടയാക്കണം. അവനോട് ഞാൻ പറ്റിയിരിക്കണം. അവനോട് ഞാൻ പറ്റിയിരിക്കുമ്പോൾ അവൻ എന്നെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നമുക്ക് ഇവിടെ യോഹന്നാൻ പറ്റിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മൾ യോഹന്നാൻ ചേർന്നിരുന്നു, യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. അവിടെ നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ തന്നെ അവിടെ യോഹന്നാൻ യേശുവിനോട് ചേർന്നിരുന്നു. പക്ഷെ മറ്റൊരു വ്യക്തി അവിടെ നമുക്ക് യൂദാസിനെ കാണാം. അപ്പൊ ഈ യൂദാസ് അവൻ യേശുവിന്റെ കൂടെയൊക്കെയായിരുന്നു നടക്കുന്നത്. എന്നാൽ അവന്റെ ഹൃദയം യേശുവിനെ വിട്ട് വളരെ ദൂരെയായിരുന്നു. അവന്റെ ഉള്ളിൽ എങ്ങനെയാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുക, യേശുവിനെ എപ്പോഴാണ് ഒറ്റിക്കൊടുക്കുക എന്നൊക്കെയുള്ള പല ചിന്തകൾ അവന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അവൻ സ്കീം ചെയ്യുകയും പ്ലാൻ ചെയ്യുകയുമായിരുന്നു. അപ്പോ നമ്മള് അവിടെയും അതും നാം വായിക്കുന്നുണ്ട്. അവിടെ അവനെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതും, അവിടെ അവൻ കണ്ണം വാങ്ങി എഴുന്നേറ്റ് പോകുന്നതിനെ കുറിച്ചുമൊക്കെ അവിടെ അന്ന് നമുക്ക് ആ ഭാഗം നമുക്കറിയാമല്ലോ. 30-ാം വാക്യം, ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. യുദാസിന്റെ ജീവിതത്തിലെ അവനൊരു വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ഒരു രാത്രി പോലെ അവന്റെ ഉള്ളത്തിൽ ദൈവത്തോടൊരു അടുപ്പമില്ല, യേശുവിനോടൊരു അടുപ്പമില്ല. യേശുവിന്റെ കൂടെയൊക്കെ നടക്കുന്നുണ്ട്, അഭിനയങ്ങളൊക്കെ ഉണ്ട്, അവന്റെ സഞ്ചിയും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് അവൻ യേശുവിനോട് മാറി 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 അവൻ തുടക്കം മുതൽ എവിടെയോ അവന്റെ ഉള്ളിൽ പണസ്നേഹം കയറി. ആ പണസ്നേഹം അവനെ യേശുവിൽ നിന്ന് അകറ്റി 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 അവൻ ദൂരെ മാറി 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 മാറിപ്പോയി. അവനിപ്പോൾ വളരെ ദൂരത്താണ്. ശിഷ്യന്മാരിൽ പലരും പല അകലത്തിലാണ്. യൂദ വളരെ ദൂരത്ത് മാറിപ്പോയി. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്നു. പത്രോസ് എവിടെയായിരുന്നു? പത്രോസും ഇതിന്റെ മധ്യത്തിൽ എവിടെയോ ഉണ്ടായിരുന്നു. പത്രോസിന് ഈ സമയത്ത് അത്ര യേശുവിനോട് അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പത്രോസിന് ഈ സമയത്ത് നമ്മള് തുടർന്ന് യേശുവിന്റെ ക്രൂശീകരണം ുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ നമുക്കറിയാമല്ലോ, പത്രോസ് യേശുവിനെ അകലം വിട്ട് പിൻചെല്ലുന്നതിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. മത്തായി 26 നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അവിടെ നേരത്തെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. അത് നമുക്ക് 41 വാക്യത്തിൽ നമുക്ക് വായിക്കാം. എന്നാൽ പത്രോസ് അവിടെ ആ രീതിയിലുള്ള ഒരു ഉണർവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുക്കമോ ഒന്നും ഇല്ലാതെ പത്രോസ് അവിടെ മയക്കവും ഉറക്കവും ഒക്കെ ആയിരുന്നു പത്രോസിനുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ തുടർന്ന് നാം ആ അധ്യായം വായിക്കുമ്പോൾ ഇവിടെ ഇതാ 58 വാക്യം, യേശുവിനെ അവരെ പിടിച്ചുകൊണ്ടുപോയി. യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ 58 വാക്യം നോക്കുക. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു. പത്രോസ് ദൂരവേ പിൻചെന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. പീറ്റർ വാസ് ഫോളോയിങ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. പത്രോസ് യോഹന്നാൻ എപ്പോഴും ഈ അടുപ്പം സൂക്ഷിച്ചു, ആ മാറോട് ചേർന്നിരുന്നു. ഇവിടെ അത് കഴിഞ്ഞ് യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയപ്പോഴും യേശുവിനോടൊപ്പം തന്നെ യോഹന്നാനും പോയി. യോഹന്നാൻ മുമ്പോട്ട് പോയി യേശുവിനോടൊപ്പം തന്നെ ചേർന്ന് യേശുവിനോടുള്ള അകലം അത് കുറയാതെ യോഹന്നാൻ സൂക്ഷിച്ച് യേശുവിനോടൊപ്പം അവിടേക്ക് പോയി. എന്നാൽ പത്രോസ് ഇച്ചിരി, നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രയോഗമുണ്ട്, പ്ലേയിങ് ഇറ്റ് സേഫ് എന്ന് പറയും. അപ്പോ അതായത് യേശുവിനെ പിൻപറ്റണം, അത് വേണം. പക്ഷെ ഒത്തിരി അങ്ങ് അടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ എന്നെയും കൂടെ പിടിച്ചാലോ, ഒത്തിരി അടുക്കണ്ട, കുറച്ച് ദൂരം വിട്ട് യേശുവിനെ പിൻപറ്റുക. അപ്പൊ അതാണ് പത്രോസ് ചെയ്തത്. പീറ്റർ വാസ് ഫോളോയിങ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. നമുക്ക് പ്രിയ ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, മുതിർന്ന സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം യേശുവിനോട് അടുക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ടുണ്ടോ? കർത്താവെ, ഞാൻ ഒത്തിരി അങ്ങ് യേശുവിനോട് അടുത്തു കഴിഞ്ഞാൽ എനിക്കിത് വിടേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ കോളേജിലെ ഈ സാഹചര്യത്തിൽ എന്താവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒത്തിരി അങ്ങ് അടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഒരു സുതാര്യത ഇവിടെ ചെയ്യാതിരിക്കുക നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ യേശുവിനോട് ഒത്തിരി അടുത്ത്, അതിനേക്കാട്ടിലും നല്ലത് കുറച്ച് അകലം വിട്ട്, യേശുവിനെ പിൻപറ്റുന്നുണ്ട്, കുറച്ച് അകലം വിട്ട് പിൻപറ്റാം. അങ്ങനെയാണോ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് പത്രോസിനെ പോലെയാണ്. അവൻ യേശുവിനെ അകലം വിട്ട് പിൻചെന്നു. അതിന്റെ പരിണിത ഫലങ്ങൾ ഒക്കെ നമുക്കറിയാം. അകലം വിട്ട് പിൻചെന്നു. അതിനെ തുടർന്ന് യേശുവിനെ അവിടെ നിന്ന് തള്ളിപ്പറയുന്ന, ഒരുവൻ എന്നെ തള്ളിപ്പറഞ്ഞാൽ, അപ്പം ദൈവവും നമ്മെ തള്ളിപ്പറയുമെന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ അത് വളരെ വളരെ ഗൗരവമായിട്ടുള്ളൊരു പാപം ആണ് ഈ യേശുവിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ. അപ്പൊ യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പത്രോസിനെ എത്തിച്ചത് ഈ ഒരു യേശുവിനോടുള്ള ഒരു അകലം സൂക്ഷിച്ചതാണ്. അകലം വിട്ട് യേശുവിനെ പിൻപറ്റിയതാണ്. അതിനെ തുടർന്ന് യേശുവിനെ തള്ളിപ്പറയുന്നതും പത്രോസിന്റെ ആ ജീവിതത്തെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. എന്നാൽ നമുക്ക് പ്രത്യാശയുള്ളത്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതിന്റെ കാരണം ഈ പത്രോസിനെയും മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞു. അകലം വിട്ട് പിൻചെന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവം ആ ഒരു പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ചെയ്തു. ഒരുപക്ഷെ ഇന്ന് കർത്താവിനെ അകലം വിട്ട് പിൻപറ്റുന്ന നമ്മിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം സത്യസന്ധരായിട്ട്, അപ്പൊ നമ്മൾ പത്രോസിനെ കുറിച്ച് അവിടെ വായിക്കുന്നത് തന്റെ തെറ്റിനെ കുറിച്ച്, താൻ തെറ്റ് ചെയ്തു കഴിഞ്ഞ് അവിടെ നമ്മൾ ആ അധ്യായത്തിന്റെ തന്നെ അവസാന വാക്യം നോക്കുക. അവസാനത്തെ 2 വാക്യങ്ങൾ 74, 75. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോൾ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഉടനെ ഓർത്തു. പത്രോസ് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസിനൊരു യഥാർത്ഥത്തിലൊരു മാനസാന്തരം, തന്റെ തെറ്റിനെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായി. കർത്താവെ, ഞാൻ അങ്ങേ അകലം വിട്ടാണല്ലോ ഞാൻ പിൻപറ്റുന്നത്. കർത്താവെ, അങ്ങ് എന്നോട് എനിക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോ നീ ഉണർന്നിരിക്കണം, നീ ഇപ്പൊ ജാഗ്രതയോടെ ഇരിക്കണം, നീ പ്രാർത്ഥിക്കണം, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനായിട്ട് ചോദിക്കുന്നു, നീ ഇപ്പൊ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ വചനത്തെ ഞാൻ അവഗണിച്ചല്ലോ, ഞാൻ അതിനെ ഗൗരവമായിട്ട് എടുത്തില്ലല്ലോ. നിന്റെ ദൈവത്തിന്റെ സഭയിൽ എത്രയോ വചനങ്ങൾ എനിക്ക് ലഭിക്കുന്നു, ഓരോ ദിവസവും എനിക്ക് പല സന്ദേശങ്ങളിലൂടെ എന്നോട് സംസാരിക്കുന്നു. പല കാര്യങ്ങൾ ഞാൻ ഗൗരവമായിട്ട് എടുക്കാതെ ഞാൻ ഉണർവില്ലാത്തവനായിട്ട് ഇരുന്നല്ലോ. കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ
ഈ രീതിയിൽ കർത്താവെ അങ്ങയുടെ നാമത്തിന് ദുഷിപ്പുണ്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കർത്താവെ അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിലായിരിക്കാം, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ നാം ഓരോ പ്രാവശ്യം നാം പാപം ചെയ്യുമ്പോഴും അത് പിശാച് കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ നാം ഉയർത്തുകയല്ല, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കരയറ്റുകയല്ല നാം ആ സാഹചര്യത്തിൽ ചെയ്യുന്നത്. അപ്പോ നമുക്ക് കർത്താവ് എവിടെയാണ് ഞാൻ അകലം വിട്ട് പിൻചെല്ലുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ വരികയാണ് ചെയ്യേണ്ടത്. അതിദുഃഖത്തോടെ കരഞ്ഞു പത്രോസ്, തിരികെ വന്നു പത്രോസിന് ഒരു യഥാസ്ഥാനം ഉണ്ടായി എന്ന് നാം വായിക്കും. നമ്മള് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. യോഹന്നാൻ അതുപോലെ തന്നെ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോഴും യേശുവിനോട് അടുത്ത് പോയി എന്നൊക്കെ നാം പറയുമ്പോഴും യോഹന്നാനും തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായവനാണ്. യോഹന്നാൻ എന്നും ഇങ്ങനെ ആയിരുന്നില്ല. യോഹന്നാൻ ഒരു സമയത്ത് അവൻ സ്വന്തം അന്വേഷിക്കുന്നവനും സ്വാർത്ഥം അന്വേഷിക്കുന്നവനും സ്വന്തം വഴി അന്വേഷിക്കുന്നവനും ഒക്കെ ആയിരുന്നു. നമ്മള് മർക്കോസ് 3-ാം അധ്യായത്തിൽ ഈ യോഹന്നാനെ കുറിച്ച് ഉള്ള ഒരു പരാമർശം അവിടെ ഉണ്ട്. മർക്കോസ് 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, സെബദിയുടെ മകനായ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. അവരുടെ പേര് ഇടിമക്കൾ എന്നായിരുന്നു. എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാതെ അന്യോന്യം ആ രീതിയിൽ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യുന്ന, പോരാടുന്ന, ഈ തരത്തിലുള്ള വളരെ സ്വയത്തിൽ ശക്തരായ ആളുകളായിരുന്നു ഈ യോഹന്നാനും തന്റെ സഹോദരനായ യാക്കോബും. ഇവർ തന്നെയാണ്, ഇവരുടെ അമ്മ ഒരിക്കൽ വന്ന യേശുവിനോട് ഞങ്ങളുടെ എൻ്റെ മക്കളിൽ ഒരാൾ ഇടത്തും ഒരാൾ വലത്തും ദൈവരാജ്യത്തിൽ ഇരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത്. അപ്പോ വളരെയധികം സ്വാർത്ഥമായ അന്വേഷണവും സ്വാർത്ഥമായ ലക്ഷ്യങ്ങളും, എനിക്ക് എന്റെ വഴി എന്ന് പറയുന്നവരും എനിക്ക് ഇടത്തും വലത്തും വേണം, സ്ഥലം വേണം, ഇടം വേണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു യോഹന്നാൻ. എന്നാൽ തൻ്റെ ഈ അന്വേഷണങ്ങളൊക്കെ മാറി, എനിക്കിപ്പോ യേശു മതി, എനിക്കിപ്പോ യേശുവിനോടുള്ള അടുപ്പം മതി, എനിക്കിപ്പോ യേശുവിനോട് ചേർന്ന് നടന്നാൽ മതി, എനിക്കിപ്പോ യേശുവിന്റെ കൂടെ നടന്നാൽ മതി, യേശുവിന്റെ ഹൃദയസ്പന്ദനം എനിക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ അന്വേഷണങ്ങളെ വിട്ട് ആ യോഹന്നാൻ യേശുവിനോട് അടുത്ത് നടക്കാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാണ്? അത് യേശുക്രിസ്തുവിന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് യേശുക്രിസ്തു അത് യോഹന്നാനോട് പങ്കുവെച്ചു. അപ്പൊ യോഹന്നാനാണ് അതിനെ തുടർന്ന് ഈ വെളിപ്പാട് രേഖപ്പെടുത്തിയത്. അപ്പോ ഈ യോഹന്നാൻ യേശുവിനോട് ചേർന്ന് നടന്ന, യേശുവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളെ അറിഞ്ഞ, ഒരു സമയത്ത് മറ്റന്വേഷണങ്ങൾ ഉണ്ടായിരുന്ന ആ യോഹന്നാൻ ഇപ്പോ യേശുവിനോട് ചേർന്ന് നടന്ന്, ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇവിടെ. എന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ അവിടെ 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പൊ ഇതൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാ ഇത്? നിങ്ങളുടെ സഹോദരൻ, അതായത് നമ്മുടെ അടുത്തുള്ള എന്റെ സഹോദരൻ യോഹന്നാൻ, ആ സഹോദരൻ അവൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ ഈ യോഹന്നാൻ, ഞാൻ ദൈവവചനം യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം, ദൈവവചനത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തത് നിമിത്തം, തന്റെ ക്രിസ്തീയ സാക്ഷ്യം അവിടെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചത് നിമിത്തം ഞാനിപ്പോ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അത് നമ്മളിത് വായിക്കുമ്പോൾ ഈ വരികൾക്കിടയിൽ എന്താ ഉള്ളത് എന്ന് നമുക്ക് ഈ ക്രിസ്തീയ ചരിത്രവും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇവിടെ പുതുതായിട്ടും അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ പലരും വരുമ്പോ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ലക്ഷദ്വീപിലായിരുന്നു അല്ലെങ്കിൽ മാലിദ്വീപിലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ, ഏതോ ഒരു ദ്വീപിൽ പോയപ്പോ അതിന്റെ തൊട്ടടുത്ത ദിവസം അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അങ്ങനെയല്ല, നമുക്കറിയാം, എല്ലാവർക്കും തന്നെ അറിയാം, യോഹന്നാൻ വളരെ തീവ്രമായ പീഡനത്തിലൂടെ കടന്നുപോയത്. 95 വയസ്സായി, ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യൻ, അദ്ദേഹത്തെ അവര് പിടിച്ച് എണ്ണ തിളപ്പിച്ച്
ആ വലിയ എണ്ണ തിളപ്പിച്ച ആ ഒരു എന്താ ചീനച്ചട്ടി എന്നാണ് പറയുക, വലിയ പാത്രത്തിൽ അതിനകത്ത് യോഹന്നാനെ പിടിച്ചിട്ടിട്ട് യോഹന്നാനെ ദൈവം അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും യോഹന്നാനെ കൊല്ലാനായിട്ട് അവർ നോക്കി. കാര്യം ദൈവവചനത്തിനായിട്ട് യേശുവിന്റെ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ 95 വയസ്സിലും ആളുകളെ ക്രിസ്തുവിലേക്ക് സ്വാധീനിച്ചുകൊണ്ട് യോഹന്നാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പരീശന്മാർക്കും അവിടെ ഉണ്ടായിരുന്ന ആ സമൂഹത്തിന് അവർക്ക് യോഹന്നാനോട് തീവ്രമായ കോപമായിരുന്നു. യോഹന്നാനെ കഴിയാവുന്നിടത്തോളം പീഡിപ്പിച്ചു, എന്നിട്ടും ആള് മരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഒരു മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിലേക്ക്, ഈ പത്മോസ് ദ്വീപിലേക്ക് ഏകനായിട്ട് അവനെ ഇവിടെ നിന്ന് നാട് കടത്തുകയായിരുന്നു. അങ്ങനെ ചില രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട്. ചില രാജ്യങ്ങളിൽ അവർ കൊടും കുറ്റവാളികളെ പാർപ്പിക്കാനായിട്ട് ഒരു ദ്വീപിൽ കൊണ്ട്, ആരും ഇല്ലാത്ത ദ്വീപിൽ ഒരു ചെറിയ ജയില് പോലെ ഉണ്ടാക്കി അവിടെ കൊണ്ട് പാർപ്പിക്കാറും. ആ രീതിയിൽ യോഹന്നാനെ അവിടെ കൊണ്ടുപോയി. അപ്പോ ഇപ്പോ ഈ ഒരു സമയത്ത് യോഹന്നാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ, കർത്താവിനോട് അടുക്കാൻ ഒക്കെ ഇടയായതിന്റെ കാരണം എന്താ? നേരത്തെ മുതലേ യേശുവിനോട് ചേർന്ന് നിന്നു, യേശുവിനെ നെഞ്ചോട് ചേർന്ന് നിന്നു, യേശുവിനോടുള്ള അടുപ്പം സൂക്ഷിച്ചു. ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ആ സമയത്ത് നമുക്ക് യേശുവിനോട് അടുത്ത് നിൽക്കാനായിട്ട് കഴിയുകയില്ല. നാം യേശുവിനെ തള്ളിപ്പറയും, യേശുവിനെ തിരസ്കരിച്ച് യേശുവിന്റെ നിന്ന് മാറിപ്പോവും. പക്ഷേ ആദ്യം മുതലേ പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിന്റെ മാറിനോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് അടുത്ത് നിൽക്കുക. യേശുവിനോട് അടുത്ത് നിൽക്കുമ്പോൾ അതിന് ആ അടുപ്പത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, കർത്താവെ അതെന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുവരിക. അതൊരു പക്ഷേ എന്താണെങ്കിലും, എന്നിട്ട് കർത്താവിനോടുള്ള അടുപ്പം സൂക്ഷിച്ച ഒരു സമയത്ത് ഈ രീതിയിലുള്ള തീവ്രമായ പീഡനങ്ങളുടെ അവസ്ഥയിൽ അവിടെ വരുമ്പോ ഈ യോഹന്നാന് പരാതി ഉണ്ടായില്ല, പുറവെറുപ്പുണ്ടായില്ല. ആകെ അവൻ കർത്താവിനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കാണുകയും അവൻ ആത്മവിവശനാവുകയും അവൻ അവിടെ നമുക്കിന്ന് തലമുറകൾക്ക് ശേഷം ഇന്ന് നമുക്ക് അനുഗ്രഹമാകുന്ന നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന അനേക വചനങ്ങൾ, പിശാചിന്റെ തോൽവിയെ പരാമർശിക്കുന്ന ഈ അനേക അനുഗ്രഹിക്കപ്പെട്ട, ഇത് വായിക്കുന്നവരും ഇത് വായിച്ച് കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിലെ വചനങ്ങളൊക്കെ എഴുതാനായിട്ട് ഈ ദൈവം ഉപയോഗിച്ചത് ഈ യോഹന്നാനെയാണ്. യേശുവിനോടുള്ള അടുപ്പം ആ രീതിയിൽ ആദ്യം മുതലേ സൂക്ഷിച്ചു. അതുകൊണ്ട് അവൻ യേശുവിൽ നിന്ന് മാറിപ്പോയില്ല. ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് മറ്റൊരു യോഹന്നാനെ അറിയാം, സ്നാപക യോഹന്നാൻ. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്ന് ചിന്തിച്ചു. സ്നാപക യോഹന്നാൻ നമ്മൾ മത്തായി 13-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ അവിടെ സ്നാപക യോഹന്നാൻ അങ്ങനെയായിരുന്നില്ല. സ്നാപക യോഹന്നാന് നമുക്കൊരു അലവൻസ് കൊടുക്കാൻ കാര്യം, സ്നാപക യോഹന്നാൻ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ദൈവഭക്തനാണ്. അപ്പൊ സ്നാപക യോഹന്നാന് യേശു ദൈവപുത്രനാണ് എന്നുള്ള ഒരു വെളിപ്പാട്, ആ ഒരു ശബ്ദം യേശു സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നുണ്ടായി. അത് സ്നാപക യോഹന്നാൻ കേട്ടതാണ്. അവക്ക് കേട്ട് കഴിഞ്ഞിട്ടും സ്നാപക യോഹന്നാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. തന്നെ ജയിലിൽ അടച്ച സമയത്ത് തനിക്ക് നേരത്തെ കേട്ട ഇവൻ യേശു ദൈവപുത്രനാണ് എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഒരു സംശയമുണ്ടായിട്ട് ശിഷ്യന്മാരെയൊക്കെ അയച്ചിട്ട്, ഇത് യേശു തന്നെയാണോ, മശിഹ തന്നെയാണോ, അതോ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ആ വാക്യങ്ങളൊക്കെ അവിടെ 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിലെ ഈ ഒരു വാക്യം നോക്കുക, 6-ാം വാക്യം. എന്നിട്ട് ആ രീതിയിൽ യേശുവിന്റെ അടുത്ത് വന്ന് 3-ാം വാക്യം നോക്കുക. 2-ാം വാക്യം, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. ഇപ്പൊ കാരാഗൃഹത്തിൽ താനൊരു ബുദ്ധിമുട്ടിലായപ്പോ അവര് ചോദിച്ചിട്ട്, ഇത് വരുവാനുള്ളവൻ നീയോ? 3-ാം വാക്യം, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. അപ്പോ യേശു ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി യോഹന്നാനോട് പറയാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് അവര് കഴിഞ്ഞിട്ട് അതിനുശേഷം യേശു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, 6-ാം വാക്യം, എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ. നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരാം, പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നാം കർത്താവിൽ നിന്ന് ഇടറിപ്പോകാതെ
കർത്താവിനെ തള്ളി പറയാതെ, കർത്താവിൽ നിന്ന് മാറിപ്പോകാതെ, കർത്താവിനോട് നമുക്ക് അടുപ്പം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ നാം കർത്താവിനോട് അടുപ്പം സൂക്ഷിച്ച് അത് എവിടെയാണ് അതിന്റെ കുറവ് വരുന്നത്, അത് കർത്താവ് എന്നെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നാം കർത്താവിൽ നിന്ന് നാം തിരികെ വന്ന് അങ്ങനെ നാം മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പത്രോസിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചും പറയുകയുണ്ടായല്ലോ. ആ ഒരു വാക്യവും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. യോഹന്നാൻ 21 അധ്യായത്തിലാണ് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 21:15 വാക്യം. അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അല്ലെങ്കിൽ ഇവയിൽ അധികമായി, ആ പിടിച്ച മീനായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ദാനമായിട്ട് ലഭിച്ച നമ്മുടെ പല പല കാര്യങ്ങളായിരിക്കാം. ജോലിയായിരിക്കാം, കുടുംബമായിരിക്കാം, നമ്മുടെ പേരായിരിക്കാം, നമ്മുടെ വീടായിരിക്കാം, വണ്ടിയായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം. എല്ലാറ്റിൻ്റെയും ചേർത്തിട്ട് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും 16 വാക്യം. അതിന് എനിക്ക് പ്രിയമുണ്ട് എന്ന് അവൻ പറയുന്നു. 16 വീണ്ടും സെർച്ചിങ് ക്വസ്റ്റ്യൻ, വീണ്ടും ആഴമായിട്ട് ചോദിക്കുന്നു. യോഹന്നാനായ എന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് ആകെ അവൻ തകർന്നുപോയി. അവന്റെ ഉള്ളിലേക്ക് അവൻ നോക്കി. കർത്താവെ, എനിക്ക് ശരിക്കും അറിയില്ല. അവന്റെ ബലമൊക്കെ അവന് നഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും അറിയില്ല കർത്താവെ. പത്രോസ് ദുഃഖിച്ചു എന്നവിടെ വായിക്കുന്നു. അവൻ മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു. കർത്താവെ, നീ സകലവും അറിയുന്നു. നിനക്ക് എന്റെ ഉള്ളം അറിയാം. കർത്താവെ, എന്നെ സഹായിക്കണമേ. എനിക്ക് പ്രിയമുണ്ട്. നമുക്ക് കർത്താവ് നമ്മോട് ഈ രീതിയിൽ വീണ്ടും 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 ചോദിക്കുമ്പോൾ ഇവിടെ പത്രോസിന് ഒരു യഥാസ്ഥാനം സംഭവിച്ചു. പത്രോസിന്റെ മറ്റു സ്നേഹങ്ങളെ പത്രോസ് കണ്ടു. പത്രോസ് ആ കാര്യങ്ങളെയൊക്കെ വേണ്ട എന്ന് വെച്ചു. പത്രോസ് തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചു. കർത്താവിന് വീണ്ടും പത്രോസിനെ തന്റെ ഒരു പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമുക്കെല്ലാവർക്കും ഈ രീതിയിൽ കർത്താവിനോടുള്ള ഈ അടുപ്പം നിന്ന് നമ്മെ തടയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മറഞ്ഞിരിക്കുന്ന ഒരു പാപം ആയിരിക്കാം ചിലപ്പോ കർത്താവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ തടയുന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഏതെങ്കിലും നാം പിടിച്ചു വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പാപം ചിലപ്പോ അത് കർത്താവിനുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയും. 32 സങ്കീർത്തനം അവിടെ നോക്കുക. അവിടെ 32 സങ്കീർത്തനത്തിൽ അവിടെ 2-3 വാക്യങ്ങൾ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ആകെ വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു ജീവനില്ല, ചൈതന്യമില്ല. എന്നാൽ തുടർന്ന് അവിടെ പറയുന്നു 5 വാക്യം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. നമുക്ക് ആ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം കർത്താവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ തടയുന്ന എന്തെങ്കിലും ഒരു പാപമുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവിനോട് അത് ഏറ്റു പറയുക. നാം എന്തിനാണ് ഇങ്ങനെ ഒരു വരണ്ടിരിക്കുന്ന കർത്താവിനുള്ള അകലം പാലിച്ച് കർത്താവ് നൽകുന്ന സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതത്തിൽ തുടരുന്നത്? നമുക്ക് കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറയാം. ഏതെങ്കിലും ക്രമപ്പെടുത്താത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആരോടെങ്കിലും നാം ക്ഷമ ചോദിക്കാനുള്ള കാര്യം, അത് കുറെ നാളായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ആ വ്യക്തിയോട് നീ എന്തിനാണ് ഇങ്ങനെ അകലം പാലിക്കുന്നത്? ആ വ്യക്തിയോട് നീ എന്തിനാണ് ഈ കോപം നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത്? ആ വ്യക്തിയോട് നീ എന്തിനാണ് നിന്റെ ഉള്ളിൽ കയ്പ് സൂക്ഷിക്കുന്നത്? നീ നിന്നെ തന്നെ താഴ്ത്തി നീ പോയി നീ ക്ഷമ ചോദിക്കുക, നീ നിരപ്പ് പ്രാപിക്കുക. നീ എന്തുകൊണ്ടാണ് ആ വ്യക്തി ചെയ്ത തെറ്റിനെ നീ ഇപ്പോഴും ക്ഷമിക്കാത്തത്? അങ്ങനെയുള്ള എന്തെങ്കിലും അൺസെറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അൺസെറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ എന്തോ ഒരു മൂടൽ, എവിടെയോ കർത്താവിനുള്ള ഒരു അടുപ്പത്തിനൊരു കുറവ്. കർത്താവെ എന്താ അത് ശരിയാവുന്നില്ലല്ലോ, എവിടെയോ ഒരു. അപ്പോഴേ ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഞാൻ വിട്ടുകളഞ്ഞു എന്നൊക്കെ ചിന്തിച്ച ചില കാര്യങ്ങൾ അവിടെ ഇതാ അത് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. എവിടെയോ ഏതോ ഒരു നഷ്ടബോധം പോലെ ഏതോ ചില വ്യക്തികളോട് അവരോടുള്ള ചില പ്രയാസങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനുള്ള അടുപ്പത്തെ
അടുപ്പത്തെ തടയും. കർത്താവെ, നമുക്ക് അറിയാം, വാക്യങ്ങളൊക്കെ അറിയാം, ദൈവം സകലവും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, റോമർ 8:28, 29, സകലവും ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ്, തന്റെ പുത്രന്റെ സ്വഭാവത്തിന് അനുരൂപരാകാൻ വേണ്ടിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ചില നഷ്ടബോധങ്ങൾ, എന്തുകൊണ്ടാണ് ചില പരാതികൾ, എന്തുകൊണ്ടാണ് ചില ഡിമാൻഡുകൾ നമുക്കുള്ളത്? കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഈ കാര്യങ്ങൾ ഞാൻ അത് വിട്ടുകളയുന്നു. കർത്താവെ, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് വിട്ടുകളയുന്നു. ഏതെങ്കിലും ആ രീതിയിലുള്ള ശുദ്ധീകരിക്കപ്പെടാത്ത മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടോ? ശുദ്ധീകരിക്കപ്പെടാത്ത നഷ്ടബോധങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്കത് കർത്താവിനോട് ഏറ്റു പറയാം. എപ്പോഴും നമ്മൾ ചെറുപ്പക്കാരെന്ന്, പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളൊക്കെ ഭയങ്കര ബിസിയാണ്. കർത്താവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ നമ്മുടെ ബിസിനസ്, ബിസി എന്നുള്ളതിന് ഒരു ഫുൾ ഫോം ഉണ്ട്, നിങ്ങൾക്കറിയോ? ബിസി, BUSY എന്താണ് അറിയില്ലേ? ബീങ് അണ്ടർ സേറ്റൻസ് യോക്ക്. ബി എന്ന് പറഞ്ഞാൽ ബീങ്, യു, അണ്ടർ, എസ്, സേറ്റൻസ് യോക്ക്. യോക്ക് എന്ന് പറഞ്ഞാൽ സത്താന്റെ കലപ്പയ്ക്ക്, അല്ല കലപ്പയല്ലല്ലോ, സാത്താന്റെ നുകത്തിന്റെ കീഴ്, സാത്താന്റെ നുകത്തിന്റെ കീഴിൽ ഇരിക്കുക, അതാണ് ബിസി എന്ന് പറഞ്ഞാൽ. ഭയങ്കര തിരക്കാണ്, എനിക്ക് വേറൊന്നിനും സമയമില്ല, എപ്പോഴും തിരക്ക്, ആ തിരക്ക്, ഈ തിരക്ക്. എന്താ തിരക്ക്? എപ്പോഴും ഞാൻ ഈ ഫോണിലാണ്, ഇതാ തിരക്ക്, മെയിൻ തിരക്ക്, എപ്പോഴും തിരക്ക്. ഇങ്ങനെ നോക്കി, എന്തോ വന്ന്, ആ മെസ്സേജ് വന്ന്, ഏതാ കണ്ടേ, ഏതാ അതിനെ വന്നു, അവിടെ ശബ്ദം കിട്ടി, ശബ്ദം കേൾക്കുന്നു, അത് നോക്കണം, ഇത് നോക്കണം, എപ്പോഴും ഇതിങ്ങനെ തിരക്കാണ്, തിരക്ക്. അത് കഴിഞ്ഞിട്ടപ്പോ ഉടനെ എന്തായി ന്യൂസ്, അത് ഇത്, എല്ലാറ്റിനും എന്റെ മനസ്സിങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപൃതമാണ്, അങ്ങനെ തിരക്കാണ്. എനിക്ക് കർത്താവിനോടുള്ള അടുപ്പം എനിക്ക് ഉണ്ടാവുന്നില്ല. കർത്താവിനുള്ള അടുപ്പത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകും. മറിയയോട് കർത്താവ് പറഞ്ഞല്ലോ, അവിടെ 3 പേരുണ്ട്. നമ്മൾ നേരത്തെ യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചതുപോലെ, യേശുവിന്റെ ശിഷ്യന്മാര് യൂദ വളരെ ദൂരെയായിരുന്നു, പത്രോസ് കുറച്ച് അകലം വിട്ടു, യോഹന്നാൻ വളരെ അടുത്ത്. നമ്മള് യോഹന്നാൻ 11-ാം അധ്യായം നോക്കുമ്പോൾ, യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വാക്യം കൂടെ നോക്കാം. യോഹന്നാൻ 11-ാം അധ്യായം, അവിടെ യേശു ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിൽ അവിടെ ചെല്ലുന്നതാണ് ആ കാര്യം അവിടെ ഉള്ളത്. അവിടെ 5-ാമത്തെ വാക്യം നോക്കുക. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എത്ര മനോഹരമായ വാക്യമാണത്. യേശു മാർത്തയെ സ്നേഹിച്ചു, യേശു മറിയയെ സ്നേഹിച്ചു, യേശു ലാസറിനെ സ്നേഹിച്ചു. ഇവരെ 3 പേരെയും സ്നേഹിച്ചു. പക്ഷേ ഇവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്ന യേശുവിനോടുള്ള സ്നേഹം അത് വ്യത്യാസമായിരുന്നു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് യേശു വളരെ അത്ഭുതകരമായിട്ട്, ഇത്രയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു. പക്ഷെ ലാസറിനെ കുറിച്ച് പിന്നെ നമ്മൾ എവിടെയും കേൾക്കുന്നില്ല. ലാസർ യേശുവിനെ സ്നേഹിച്ചതായിട്ടോ, യേശുവിന്റെ പുറകെ പോയതും, യേശുവിന്റെ ഒരു ശിഷ്യനായിട്ട് ആ രീതിയിൽ ലാസർ യേശുവിന്റെ ജീവിതത്തിൽ തന്റെ ജീവിതത്തെ യേശുവിന് കൊടുത്തതായിട്ടൊന്നും നമ്മൾ കൂടുതലായിട്ടൊന്നും ലാസറിനെ കുറിച്ച് വായിക്കുന്നില്ല. മാർത്തയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മാർത്ത പത്രോസിനെ പോലെയായിരുന്നു കുറെയൊക്കെ. മാർത്തയും കുറെ തിരക്കുകളിലും അതിലുമൊക്കെ, എന്നാലും യേശുവിനോട് കുറച്ചൊരു അകലമാണ്. യേശു എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് അടുക്കളയിൽ കുറെ തിരക്കിലാണ് മാർത്ത. എന്നാൽ മറിയ അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്ന്, കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കണം, അങ്ങയുടെ ഹിതം അറിയണം, അങ്ങയോട് ചേർന്നിരിക്കണം. അവള് യേശുവിനോട് ചേർന്നിരുന്നു. നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ നിഗളം അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ അന്വേഷണം, ഇതാണോ നമ്മെ യേശുവിൽ നിന്ന് തടയുന്നത്? നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ യേശുവിനോടുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മെ കുറയുന്നത്? നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു യേശുവിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് നമുക്കില്ല, മറ്റു പല തിരക്കുകളിൽ പെട്ടുപോകുന്നു. നമുക്കിന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, വീണ്ടും സമർപ്പിക്കാം. കർത്താവെ, എനിക്ക് അങ്ങയോടുള്ള ഒരു അടുപ്പം എനിക്ക് വേണം. ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ ചർച്ചിലെ സഹോദരങ്ങൾ, അങ്ങനെയല്ല. എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കുന്ന ഒരു വചനം എനിക്ക് കേൾക്കണം. അങ്ങയുടെ പാദത്തിലിരുന്ന് ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങ് എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം, എന്നോട് വ്യക്തിപരമായിട്ട് അങ്ങ് ഇടപെടണം. അങ്ങയുടെ അടുപ്പം എനിക്ക് വേണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവലുണ്ടാവട്ടെ, ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ. ഞാനൊരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞല്ലോ, 12ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന്
അവൻ നിലവിളിച്ചു, അവൻ കരഞ്ഞു. യേശുവിന്റെ ഒരു സ്പർശനം അവന് ലഭിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വ്യക്തിപരമായ യേശുവിന്റെ ഒരു സ്പർശനം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. ചെറുപ്പക്കാർ, നിങ്ങളത് ആഗ്രഹിക്കുക. കർത്താവ് എന്നെ തൊടണം, എന്നെ സ്പർശിക്കണം, എനിക്ക് കർത്താവ് എന്റെ കഠിനമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് അങ്ങയോടുള്ള ഒരു അടുപ്പം എനിക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. നമുക്ക് കുറെ നാളുകളായിട്ട് യേശുവിനെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇന്ന് കർത്താവ് എവിടെയാണ് എനിക്ക് അങ്ങയോടുള്ള സ്നേഹം തണുത്തു പോയത്? കർത്താവെ, ഞാൻ എപ്പോഴോ ഒരു സ്വയ സംതൃപ്തിയിൽ ഞാൻ അകപ്പെട്ടു പോയോ? യോഹന്നാൻ ലൂക്കോസ് 7:47 നോക്കുക. 47, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഇതാ ഒരു സ്ത്രീ, പാപിയായ ഒരു സ്ത്രീ, അവൾ പരിമള തൈലം കൊണ്ട് യേശുവിന്റെ കാൽ പൂശുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു, അധികം ഇളച്ചു കിട്ടിയവൻ. അവിടെ പറയുന്നു, അവിടെ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. അല്പം ഇളച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. നമുക്ക് കുറെ നാളുകളായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോയി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊന്നും കാണാതെ നമുക്ക് കർത്താവിൽ, ചിലർ അങ്ങനെയാണ്. ചിലർക്ക് ഞാനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാ പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസ് പറഞ്ഞ്? അതെ, പൗലോസ് അദ്ദേഹം ഭയങ്കര പ്രശ്നക്കാരനായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഞാൻ നല്ല കുടുംബത്തിലാണ് പിറന്നത്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചിലപ്പം പ്രത്യേകിച്ച് ചില സഹോദരിമാർ അവരങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് എന്താ കുഴപ്പം? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആ രീതിയിലുള്ള ഒരു അടുപ്പം, അതിന്റെ കുറവ്, കർത്താവെ എനിക്ക് എത്രയോ ഇളച്ചു കിട്ടിയിരിക്കുന്നു എന്റെ ജീവിതത്തിൽ. കർത്താവെ, നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ഒരു വെളിച്ചം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള തെറ്റായ ചിന്ത, മനോഭാവം, നമ്മുടെ ഉള്ളിലുള്ള കയ്പ്, നമ്മുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിലുള്ള ഒരു വാക്കിൽ, കർത്താവെ ഞാൻ തെറ്റിപ്പോയല്ലോ, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നല്ലോ, കർത്താവെ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാനൊരു അരിഷ്ട പുരുഷനാണ്, ഞാനൊരു അരിഷ്ട സ്ത്രീയാണ്. കർത്താവെ, അങ്ങ് എത്രയോ എന്റെ പാപങ്ങൾ എനിക്ക് ഇളച്ചു തന്നല്ലോ. കർത്താവെ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചല്ലോ. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ. നമുക്ക് ആ രീതിയിൽ ഒരു ദൈവസ്നേഹത്തിലേക്ക്, ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, കർത്താവിനുള്ള ഒരു അടുപ്പത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആ രീതിയിൽ ദൈവം നമ്മെ കർത്താവിനോട് അടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.